ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ആൻഡ് റെഡ് ഫീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ദീപാവലി സ്പെഷ്യലായിട്ടുള്ള തമിഴ്നാടിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്നാക്സാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചെറിയ എരിവൊക്കെ ഉള്ളൊരു സ്നാക്സാണ്. അപ്പോൾ തട്ടൈ എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാവുന്ന നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അരിപ്പൊടിയാണ് ഞാനിന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് ചേഞ്ച് ആവുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. ഒരു 6 മിനിറ്റ് കൊണ്ട് ഇതൊന്ന് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ആയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അതിന് ശേഷം നമ്മൾ ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഉഴുന്ന് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് ഇതുപോലെ തന്നെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം നമുക്കിതിനെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കപ്പലിൻ്റെയാണ്. ഇതും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലൊരു ബേസിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലാണ് ഞാൻ അതിനുള്ള ബാറ്റർ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി ആദ്യമായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിനി അടുത്തതായിട്ട് ആ ഉഴുന്ന് ഞാനൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ആ കപ്പലിൻ്റെ അതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കടലപ്പരിപ്പാണ്. ഒരു 3 മണിക്കൂറൊന്ന് കുതിർത്ത് വെച്ചിരുന്നു. അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അതുകൂടി ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മളതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പാണ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാവ്, ഈ ബാറ്റർ ഒന്ന് നന്നായിട്ട് റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ ഒക്കെ മാവ് ശരിയാക്കി എടുക്കുമല്ലോ, അതേപോലെ ഇതിൻ്റെ ബാറ്ററും റെഡിയാക്കി എടുക്കണം. ആവശ്യത്തിന് വെള്ളം ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി. വെള്ളം കൂടുതലായാലും നമ്മൾ വിചാരിക്കുന്ന പോലെ പരത്തിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് കുറച്ചൊരു ഓയിൽ ഞാൻ അതിൻ്റെ പുറത്തൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 5 മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ എടുക്കുക അതിനെ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. എല്ലാം അതേപോലെ നമുക്കൊന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. നമ്മൾ പൂരിക്കൊക്കെ എടുക്കില്ല, അതേ അളവ് മതി. ഇതേപോലെ ചെറുതായിട്ട് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനെ ഒന്ന് പരത്തണം. ചെറുതായിട്ടാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത് പാലിൻ്റെ കവറാണല്ലോ. അതാണ് നിങ്ങൾക്ക് വേറെ കവർ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തോളൂ. അപ്പോൾ കയ്യിൽ വെച്ചിട്ടിങ്ങനെ കൈ കൊണ്ടിങ്ങനെ പരത്തി കൊടുക്കുക, വിരൽ വെച്ചിട്ട്. ഒത്തിരി നൈസായിട്ട് പരത്തരുത്, ചെറിയ കട്ടിയായിട്ട് വേണം ഇത് പരത്തി കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ഓയിലിലോട്ടത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നൈസായിട്ട് പരത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കഴിക്കുമ്പം ഇങ്ങനെ ഒരു കറുമുറ അങ്ങനെ വരില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊരു കട്ടിയിലാണ് അത് പരത്തുന്നതെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം വെച്ചിട്ട് കഴിക്കുകയാണ്. ഒരു 10-15 ദിവസമൊക്കെ ഇത് നമുക്ക് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ആ സമയത്തും നല്ല സോഫ്റ്റായിട്ടിരിക്കണമെങ്കിൽ ഇതേപോലെ കുറച്ച് കട്ടിയായിട്ട് പരത്തി കൊടുക്കുന്നതായിരിക്കും നല്ലത്.
ഇത് നന്നായിട്ട് മൂത്തതിന് ശേഷം മതി എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതുവരെ നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. തമിഴ്നാട്ടിൽ ദീപാവലിക്ക് അവർ ചെയ്യുന്ന ഒരു നല്ലൊരു സ്നാക്സാണിത്. ഒരു സ്വീറ്റ്സിൻ്റെ കൂടെ കൂടുതലും സ്വീറ്റ്സ് ആണല്ലോ ഉപയോഗിക്കുന്നത്, പക്ഷെ അതിൻ്റെ കൂടെ അവർ ഈ ഒരു എരിവുള്ളൊരു സ്നാക്സാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി കാണുമല്ലോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. വളരെ ഈസിയാണ്. അതുപോലെ തന്നെ എൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും പോയി കാണുക, അതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കുക. പിന്നെ ഇതേപോലെ വളരെ ഈസി ആയിട്ടൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ബൈ.